മലപ്പുറം വിരോധത്തിൻ്റെ പ്രത്യയശാസ്ത്ര പരിസരം എം അക്ബർ എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം ഭാഗം. ശബ്ദം നൽകിയത് താഹിർ അബ്ദുൽ ഖാദർ. വാളിൻ്റെ മതം. വാളിൻ്റെ മതമായി ഇസ്ലാമിനെ അവതരിപ്പിച്ചുകൊണ്ട് ഭീതി സൃഷ്ടിക്കുകയും സത്യാന്വേഷികളെ ഇസ്ലാമിൽ നിന്നും അകറ്റുകയും ചെയ്യുക എന്നതാണ് ആദ്യകാലം മുതൽ തന്നെയുള്ള ശത്രുക്കളുടെ രീതി. സഭയുടെ പിന്തുണയോടെ യൂറോപ്യന്മാർ ആരംഭിക്കുകയും പിന്നീട് മിഷണറിമാരും അവരിൽ നിന്നും കടമെടുത്ത ഓറിയൻ്റലിസ്റ്റുകളും മറ്റ് ഇസ്ലാമിക വിരോധികളുമെല്ലാം പിന്തുടരുകയും ചെയ്യുന്ന രീതിയാണിത്. അതേസമയം സഭയും അതിൻ്റെ യൂറോപ്യൻ എഴുത്തുകാരും അസഹിഷ്ണുത ആരോപിച്ച് തമസ്കരിക്കാൻ ശ്രമിച്ച മുസ്ലിങ്ങളെ അവർ പടയാളികളായി കടന്നുചെന്ന സ്ഥലങ്ങളിൽ പോലുമുള്ളവർ സന്തോഷത്തോടെ സ്വീകരിച്ചതായാണ് ചരിത്രം. തങ്ങളുടെ സഭക്കാരല്ലാത്ത ക്രിസ്ത്യാനികളെയും ക്രിസ്തുവിൻ്റെ കൊലപാതകികളായി ചിത്രീകരിക്കപ്പെട്ട ജൂതന്മാരെയുമെല്ലാം പീഡിപ്പിക്കുകയും മതം മാറാൻ നിർബന്ധിക്കുകയും ചെയ്തിരുന്ന ബൈസൻ്റൈൻകാരിൽ നിന്ന് തങ്ങളെ രക്ഷപ്പെടുത്തിയ വിമോചകരായിട്ടാണ് സിറിയക്കാരും ഈജിപ്തുകാരും ജെറുസലേംകാരും അനത്തോലിയക്കാരുമായ മറ്റ് ക്രിസ്ത്യാനികളും ജൂതന്മാരുമെല്ലാം മുസ്ലിം സൈന്യത്തെ കണ്ടത്. തങ്ങളുടെ മനുഷ്യാവകാശങ്ങളുടെയും മതസ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷകരായിരുന്നു ആ പ്രദേശങ്ങളിലുള്ളവർക്ക് അവിടെ എത്തിയ മുസ്ലിം സൈന്യം. നൂറ്റാണ്ടുകൾ നീണ്ട മുസ്ലിം ഭരണത്തിന് കീഴിൽ യൂറോപ്പിലെ മറ്റു മതക്കാർ പീഡിപ്പിക്കപ്പെടുകയോ നിർബന്ധിത മതം മാറ്റത്തിന് വിധേയമാവുകയോ ചെയ്തിട്ടില്ല എന്ന് പ്രസിദ്ധ ബ്രിട്ടീഷ് ഓറിയൻ്റലിസ്റ്റും ചരിത്രകാരനുമായ സർ തോമസ് അർണോൾഡ് തൻ്റെ ഇസ്ലാമിക പ്രചാരണം എന്ന ഗ്രന്ഥത്തിൽ വ്യത്യസ്തങ്ങളായ സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കുന്നുണ്ട്. ജോൺ ദി ഡമാസ്കസിനെ പോലെയുള്ള സഭാപിതാക്കന്മാരിൽ നിന്നും തുടങ്ങിയ മുസ്ലിങ്ങൾക്കെതിരെയുള്ള അസഹിഷ്ണുതാരോപണം പച്ചക്കള്ളങ്ങളുടെയും അർദ്ധസത്യങ്ങളുടെയും അടിത്തറയിൽ സ്ഥാപിക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ ആർണോൾഡിൻ്റെ പുസ്തകം ഒരു തവണ വായിച്ചാൽ മതിയാകും. 451 ഏഷ്യ മൈനറിലെ കൽസിഡോണിൽ വെച്ച് നടന്ന സഭാ കൗൺസിൽ അംഗീകരിച്ച ക്രിസ്തുവിൽ പൂർണ്ണ ദൈവത്തിൻ്റെയും പൂർണ്ണ മനുഷ്യൻ്റെയും 2 വ്യക്തിത്വങ്ങൾ ഒരേപോലെ സമ്മേളിച്ചിരിക്കുന്നു എന്ന വിശ്വാസ പ്രമാണം അംഗീകരിക്കാത്ത ക്രിസ്ത്യാനികൾ റോമിൽ നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് ബാർട്ട് ഡി എർമാൻ്റെ തിരുവെഴുത്തുകളുടെ യാഥാസ്ഥിതിക കളങ്കങ്ങൾ, അതുപോലെ ജോൺ ബാഗ്നാൽബറിയുടെ പിൽക്കാല റോമാ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം എന്നീ കൃതികളിൽ വിവരിക്കുന്നുണ്ട്. ആര്യന്മാരെയും നെസ്തോറിയന്മാരെയും മോസ്നോഫൈസൈറ്റുകളെയും അവർ പാഷണ്ഡന്മാരാണ് എന്ന് വിധിച്ച് പലതരം പീഡനങ്ങൾക്ക് ബൈസൻ്റൈൻ ഭരണകൂടം വിധേയമാക്കി. ക്രിസ്തുവിൻ്റെ കൊലയാളികൾ എന്ന് മുദ്രയടിക്കപ്പെട്ട ജൂതന്മാർ സഹിച്ച പീഡനങ്ങളെയും നേരിടേണ്ടി വന്ന നിർബന്ധിത മതം മാറ്റത്തെയും കുറിച്ച് ആൻഡ്രൂ ഷാർഫിൻ്റെ ജൂതന്മാരും ബൈസാന്റിയത്തിലെ മറ്റ് ന്യൂനപക്ഷങ്ങളും ജ്യൂസ് ആൻഡ് അതർ മൈനോറിറ്റീസ് ഇൻ ബൈസാന്റിയം എന്ന രചനയിൽ നിന്ന് വായിക്കാൻ കഴിയും. ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടിരുന്ന മതന്യൂനപക്ഷങ്ങൾക്കെല്ലാം ആശ്വാസമായാണ് അവിടെ ഇസ്ലാമിക ഭരണം ആരംഭിച്ചത് എന്നതിനാൽ ഈ വിഭാഗങ്ങളെല്ലാം ഇസ്ലാമിക സാമൂഹ്യക്രമത്തിന് സ്വാഗതമേകുകയാണ് ചെയ്തത്. വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ഉത്ഗ്രഥനത്തിലൂടെ തങ്ങളുടെ കീഴിൽ വന്ന പ്രദേശങ്ങളിലെ സാമൂഹ്യക്രമത്തെ നിലനിർത്തിയ ഭരണാധികാരികളെയാണ് വാളെടുത്തവരായി പരിചയപ്പെടുത്തിയത് എന്നതുകൊണ്ട് തന്നെ ആ രാഷ്ട്രങ്ങളിൽ ജീവിച്ച അമുസ്ലിങ്ങളെ ആ പ്രചാരണം ഒരർത്ഥത്തിലും ബാധിച്ചില്ല. പ്രതിലോമകരമായ ഈ പ്രചാരണത്തിൻ്റെ നശീകരണാത്മകമായ ഫലങ്ങൾ ഉണ്ടാക്കിയത് അന്നുവരെ ഇസ്ലാം എത്തിയിട്ടില്ലാത്ത യൂറോപ്യൻ പ്രദേശങ്ങളിലായിരുന്നു. മുസ്ലിങ്ങളല്ലാത്തവരെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സംരക്ഷിതരായ പ്രജകൾ അഥവാ ദിമ്മികളായി പരിഗണിക്കുകയും എല്ലാവിധത്തിലുമുള്ള മതസ്വാതന്ത്ര്യവും സംരക്ഷണവും നൽകുകയും ചെയ്യുകയായിരുന്നു മുസ്ലിം ഭരണാധികാരികളുടെ രീതിയെന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ മതപീഡനാരോപണത്തിന് യാതൊരു സാധ്യതയുമില്ല. ദിമ്മികളോടുള്ള മുസ്ലിം ഭരണാധികാരികളുടെ നിലപാടിൻ്റെ രാഷ്ട്രീയവും മതപരവും സാമൂഹികവുമായ മാനങ്ങളെക്കുറിച്ച് മിൽക്ക ലെവി റുബിൻ്റെ ആദ്യകാല ഇസ്ലാമിക സാമ്രാജ്യത്തിലെ അമുസ്ലിങ്ങൾ അഥവാ നോൺ മുസ്ലിംസ് ഇൻ ദ ഏർലി ഇസ്ലാമിക് എംപയർ ഫ്രം സറണ്ടർ ടു കോ എക്സിസ്റ്റൻസ് എന്ന കൃതിയിൽ വിവരിക്കുന്നുണ്ട്. സാമൂഹ്യ ജീവിതത്തിൽ സജീവമായി ഭാഗഭാക്കാവുകയും ഉന്നതമായ സ്ഥാനമാനങ്ങൾ വഹിക്കുകയും ചെയ്ത നിരവധി ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഇസ്ലാമിക ചരിത്രം പരിചയപ്പെടുത്തുന്നുണ്ട്. അമുസ്ലിങ്ങൾക്കുമേൽ മതം അടിച്ചേൽപ്പിക്കുകയോ മതത്തിൻ്റെ പേരിൽ അവരെ പീഡിപ്പിക്കുകയോ ചെയ്ത കാര്യമാത്ര പ്രസക്തങ്ങളായ സംഭവങ്ങളൊന്നും മുസ്ലിം ഭരണ ചരിത്രത്തിൽ നിന്നും ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്നുമില്ല. ഇസ്ലാമിൻ്റെ പ്രചാരണത്തിൽ വാളിന് കാര്യമാത്ര പ്രസക്തമായ പങ്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന വസ്തുത
നിഷ്പക്ഷമായി പഠനം നടത്തിയ ഓറിയന്റലിസ്റ്റുകൾ തന്നെ സമർത്ഥിച്ചിട്ടുണ്ടെങ്കിലും അസത്യങ്ങളും അർദ്ധസത്യങ്ങളും കൂട്ടിക്കുഴച്ച് മുഹമ്മദ് നബിയെ ഭീകരനായി അവതരിപ്പിക്കുവാനുള്ള യൂറോപ്യൻ ബുദ്ധിജീവികളുടെ പരിശ്രമങ്ങൾക്ക് ബൗദ്ധിക വിഭവങ്ങൾ നൽകുന്ന റോബർട്ട് സ്പെൻസറെ പോലെയുള്ളവരുടെ രചനകളിൽ ഇന്നും ഉദ്ധരിക്കുന്നത് ചർവണം ചെയ്യപ്പെട്ട പഴകിപ്പൊളിച്ച ആരോപണങ്ങൾ തന്നെയാണ്. സാധാരണക്കാരിൽ ഇസ്ലാം ഭീതി വളർത്തുക എന്ന ലക്ഷ്യം മാത്രമുള്ള 2 ബ്ലോഗുകളിലൂടെ താൻ മനുഷ്യത്വത്തെ സ്നേഹിക്കുന്ന ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരനാണ് എന്ന് വരുത്തി തീർക്കുകയും ഇസ്ലാം മാനവികതയ്ക്ക് തന്നെ ഭീഷണിയാണ് എന്ന് സ്ഥാപിക്കുന്നത് തൻ്റെ മനുഷ്യസ്നേഹം കൊണ്ട് മാത്രമാണ് എന്ന് ആണയിടുകയും ചെയ്യുന്ന സ്പെൻസറുടെയും ആയുധം ചരിത്ര വസ്തുതകൾക്ക് വിരുദ്ധമായ പഴകിയ ആരോപണങ്ങൾ തന്നെ. സമാധാനത്തിൻ്റെ മതം എന്തുകൊണ്ട് ക്രിസ്തുമതം, എന്തുകൊണ്ട് ഇസ്ലാം അല്ല? സമാധാനമല്ല വാളാണ് വേണ്ടത്, ക്രിസ്തുമതവും ഇസ്ലാമും തമ്മിലുള്ള മഹത്തായ ഭിന്നത എന്നീ 2 പുസ്തകത്തിലൂടെ സ്പെൻസറുടെ മതേതര മൂടുപടം പൊളിയുകയും അകത്തുള്ള ക്രിസ്ത്യൻ വർഗീയവാദിയുടെ വികൃതമുഖം വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. മുഹമ്മദിനെ കുറിച്ച യാഥാർത്ഥ്യം, ലോകത്തെ ഏറ്റവും അസഹിഷ്ണുതയാർന്ന മതത്തിൻ്റെ സ്ഥാപകൻ, ദി ട്രൂത്ത് അബൌട്ട് മുഹമ്മദ്, ഫൗണ്ടർ ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഇൻടോളറൻറ്റ് റിലിജിയൻ എന്ന സ്പെൻസറുടെ ഗ്രന്ഥമാണ് 2006 ഒക്ടോബർ 29 പുറത്തിറങ്ങിയ ദി ന്യൂയോർക്ക് ടൈംസിലുള്ള ബെസ്റ്റ് സെല്ലേഴ്സിൻ്റെ ലിസ്റ്റിൽ 31-ാം നമ്പറായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. യാക്കോബിൻ്റെ അധ്യാപനങ്ങളിലെ വേദജ്ഞാനിയുടെയും ജോൺ ഓഫ് ഡമാസ്കസിൻ്റെയും എല്ലാം ദൗത്യം ഇന്ന് നിർവഹിക്കുന്ന സ്പെൻസറെ പോലെയുള്ളവർക്ക് ചെവിയോർക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന സാധാരണ വായനക്കാരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിനെയും കുറിച്ചുണ്ടാവുന്ന ചിത്രം എത്രത്തോളം വികൃതമായിരിക്കും എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ നബി ജീവിതത്തെ വികൃതവൽക്കരിച്ചുകൊണ്ട് ഇസ്ലാമിനെ തമസ്കരിക്കുക എന്ന ദൗത്യം ഇന്നും മുറതെറ്റാതെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ് യൂറോപ്യൻ മിഷണറിമാർ എന്ന് ഇത് വ്യക്തമാക്കുന്നു. തികച്ചും അനൗദ്യോഗികമായി ചില മതപ്രചാരകർ സ്വന്തം താൽപ്പര്യപ്രകാരം നടത്തുന്നതാണ് നബിനിന്ദാ പ്രചാരണങ്ങൾ എന്ന ധാരണ ശരിയല്ല. യാക്കോബിൻ്റെ അധ്യാപനങ്ങളിൽ പരാമർശിക്കപ്പെട്ട നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച പേര് വെളിപ്പെടുത്താത്ത വേദജ്ഞാനിയോ പുതിയ തലമുറയിലെ സ്പെൻസറെ പോലെയുള്ളവരോ ക്രിസ്തുമതത്തിൻ്റെ ഔദ്യോഗിക വക്താക്കളല്ല എന്നതിനാൽ അവർ നടത്തുന്ന ഇസ്ലാം വെറുപ്പും നബിനിന്ദയുമടങ്ങുന്ന പ്രചരണങ്ങൾ അവരിൽ മാത്രം ഒതുങ്ങുന്നതാണ് എന്ന് കരുതുന്നവർക്ക് തെറ്റി. ഇത്തരം ആളുകൾക്ക് പിന്നിൽ എന്നും യൂറോപ്പും സഭയും ഔദ്യോഗികമായി തന്നെ നിലയുറപ്പിച്ചിരുന്നു എന്നതാണ് ചരിത്രം. കാത്തോലിക് എൻസൈക്ലോപീഡിയ വിശുദ്ധനായി വാഴ്ത്തുകയും സഭയുടെ പ്രത്യേക പിതാവും ഡോക്ടർ ഓഫ് ചർച്ചുമായി പരിഗണിക്കുകയും ചെയ്യുന്ന ഡമാസ്കുസ്കാരനായ വിശുദ്ധ യോഹന്നാൻ്റെ വിജ്ഞാനത്തിൻ്റെ തൂണ് എന്ന ഗ്രന്ഥമാണ് നബിയെ തുറന്നെതിർക്കുന്ന ഉപലബ്ധമായ ഔദ്യോഗിക ക്രൈസ്തവ രേഖ എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിൻ്റേതല്ലാത്ത വാദങ്ങൾ അതിനുമേലെ കെട്ടിവെച്ച് അവയ്ക്ക് മറുപടി പറയുക എന്ന യൂറോപ്യൻ വിമർശകരുടെ രീതി അവർ പഠിച്ചത് വിജ്ഞാനത്തിൻ്റെ തൂണിൽ നിന്നാണ് എന്ന് തോന്നുന്നു. അന്ധവിശ്വാസങ്ങളാണ് എന്ന് ഉറപ്പുള്ള കുറേ കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും അവ ഇസ്ലാമിൻ്റെ പേരിൽ ആരോപിക്കുകയും ചെയ്ത് ഇവയ്ക്കെല്ലാം നേതൃത്വം വഹിച്ച് സമൂഹത്തിൽ കുഴപ്പം വിതയ്ക്കുന്നയാളും അന്തിക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന വ്യക്തിയുമാണ് മുഹമ്മദ് നബി എന്ന് സ്ഥാപിക്കുന്ന ജോൺ ഡി ഡമാസ്കസിൻ്റെ മാതൃക തന്നെയാണ് ഇന്നും പിന്തുടരപ്പെടുന്ന യൂറോപ്പിൻ്റെ ഇസ്ലാം വിമർശന മാതൃക. ഡമാസ്കസുകാരനായ വിശുദ്ധ യോഹന്നാൻ തുടങ്ങിവെച്ച ചരിത്രവിരുദ്ധമായ ഇസ്ലാം വിമർശനം തന്നെയാണ് സഭ ഇന്നും ഔദ്യോഗികമായി തുടരുന്നത് എന്ന് 2006 സെപ്റ്റംബർ 12 ജർമ്മനിയിലെ റഗൻസ്ബർഗ് സർവകലാശാലയിലെ ശാസ്ത്ര സമൂഹത്തിനു മുമ്പിൽ പോപ്പ് ബെനഡിക്ട് 16 മാർപ്പാപ്പ നടത്തിയ വിശ്വാസം യുക്തി സർവകലാശാല എന്ന ശീർഷകത്തിലുള്ള പ്രഭാഷണം സുതരാം വ്യക്തമാക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് യാക്കോബിനെയും ജസ്റ്റസിനെയും തെറ്റിദ്ധരിപ്പിക്കാനായി അബ്രഹാമും അയാളുടെ വേദജ്ഞാനിയും നിരത്തിയ വാദങ്ങളുടെ നിലവാരം മാത്രമേ ഉന്നത ശീർഷരായ ബുദ്ധിജീവികൾ എന്ന് കരുതപ്പെടുന്ന സർവകലാശാലയിലെ ശാസ്ത്ര സമൂഹത്തിനു മുമ്പിൽ മാർപ്പാപ്പ നിരത്തിയ വാദങ്ങൾക്കും ഉള്ളൂവെന്ന് വത്തിക്കാനിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച പ്രഭാഷണം വായിക്കുന്ന ഇസ്ലാമിനെ പറ്റി അല്പമെങ്കിലും വിവരമുള്ള എല്ലാവർക്കും മനസ്സിലാവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യുദ്ധക്കൊതിയനും രക്തദാഹിയും വ്യാജവാദിയുമായി ചിത്രീകരിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുന്നതിൽ നിന്ന് സമൂഹത്തെ അകറ്റി നിർത്തുക എന്ന തന്ത്രത്തിൻ്റെ തനിയാവർത്തനം തന്നെയായിരുന്നു
ക്രൈസ്തവ ലോകത്ത് കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി നടന്നു വന്നിരുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് മാർപ്പാപ്പയുടെ പ്രഭാഷണം. താൻ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച ജർമ്മനിയിലെ റഗൻസ്ബർഗ് സർവകലാശാലയിലെ ബൗദ്ധിക സമൂഹത്തിന് മുന്നിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യുദ്ധക്കൊതിയനും വ്യാജവാദിയുമായി അവതരിപ്പിക്കുന്നതിനു പിന്നിൽ അവരിൽപ്പെട്ട ആരെങ്കിലുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി സത്യസന്ധമായി പഠിച്ച് അദ്ദേഹത്തിൻ്റെ സ്തുതിപാഠകരും അനുയായികളുമായിത്തീരുമോ എന്ന ആശങ്കയല്ലാതെ മറ്റെന്താണുള്ളത്? ജർമ്മൻ ഭാഷയിൽ ഖുർആനിൻ്റെ ഒരു വിലക്ഷണ ഭാഷാന്തരം രചിച്ച ലബനാനി കത്തോലിക്ക പണ്ഡിതനായ പ്രൊഫസർ ആദിൽ തിയോഡോർ ഖൗറിയുടെ ഗലേഷ്യയിലെ അങ്കാരയിൽ വെച്ച് ഒരു പേർഷ്യൻ പണ്ഡിതനുമായി നടത്തിയ സംവാദം എന്ന രചനയെ ആസ്പദമാക്കിയാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ സംസാരിച്ചത്. 1391 ബൈസന്റൈൻ ചക്രവർത്തിയായിരുന്ന മാനുവൽ 2 പാലിയോലോഗസും പേരറിയാത്ത പേർഷ്യൻ മുസ്ലിം പണ്ഡിതനും തമ്മിൽ നടന്നുവെന്ന് പറയുന്ന സംവാദത്തെ ഉദ്ധരിച്ചുകൊണ്ട് യുക്തിയുടെ പക്ഷത്ത് ക്രൈസ്തവതയും അന്ധമായ വിശ്വാസത്തിൻ്റെ പക്ഷത്ത് ഇസ്ലാമും നിലകൊള്ളുന്നുവെന്ന് സ്ഥാപിക്കുവാനാണ് അദ്ദേഹം പരിശ്രമിച്ചത്. മതത്തിൽ ബലാത്കാരമില്ല എന്ന ഖുർആനിലെ 2 അധ്യായം 256 വചനം അവതരിപ്പിക്കപ്പെട്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അധികാരമില്ലാതിരുന്ന സമയത്തായിരുന്നു എന്നാണ് വിദഗ്ധ അഭിപ്രായമെന്നും അധികാരം ലഭിച്ചതിന് ശേഷമാണ് അവിശ്വാസികൾക്കും വേദക്കാർക്കുമെതിരെയുള്ള വചനങ്ങൾ ഉണ്ടായത് എന്നുമെല്ലാം സൂചിപ്പിച്ചുകൊണ്ടുള്ള മാനുവൽ 2 ഇസ്ലാമിനെക്കുറിച്ചുള്ള അഭിപ്രായം കൂടി ഉദ്ധരിക്കുന്നതോടെ പോപ്പിൻ്റെ മനസ്സിലുള്ളത് യഥാരൂപത്തിൽ പുറത്തു വന്നതാണ് നാം കാണുന്നത്. പ്രസ്തുത അഭിപ്രായം ഇതാണ്: മുഹമ്മദ് കൊണ്ടുവന്നതിൽ എന്തെങ്കിലും ഒരു പുതിയതുണ്ടെങ്കിൽ അതെനിക്ക് കാണിച്ചു തരൂ. താൻ പ്രബോധനം ചെയ്ത വിശ്വാസത്തെ വാളുപയോഗിച്ച് പ്രചരിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തതുപോലെയുള്ള തിന്മ നിറഞ്ഞതും മനുഷ്യത്വരഹിതവുമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയുക. യൂറോപ്പും സഭയും കൂടി ഇസ്ലാമിനുമേൽ ചാർത്തിയ വാളിൻ്റെ മതം എന്ന ഖ്യാതി കേരളത്തിലെത്തിക്കുന്നത് മിഷനറിമാരാണ്. കേരളത്തിലേക്കുള്ള ഇസ്ലാമിൻ്റെ ആഗമനം മുതൽ ഇവിടെയുള്ള ഹിന്ദുക്കളുമായുള്ള കൂട്ടുജീവിതത്തിൽ ഒരിക്കലും വാൾ കടന്നുവരുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലാത്തതിനാൽ തന്നെ മലയാളികൾക്ക് അത് അപരിചിതമായ ആരോപണമായിരുന്നു. സാമൂതിരിമാരുടെയും കോനാതിരിമാരുടെയും എല്ലാം വിശ്വസ്തരായ പ്രജകളും സഹായികളുമായി വളർന്ന മുസ്ലിങ്ങളുമായി ഭരണാധികാരികളും പ്രജകളും നല്ല ബന്ധമാണ് കാത്തുസൂക്ഷിച്ചത്. ഒരു സമുദായമെന്ന നിലയിൽ ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിങ്ങൾ വാളെടുത്തത് നാടിനെ കൊള്ളയടിക്കുവാൻ വേണ്ടി കടന്നുവന്ന പോർച്ചുഗീസുകാർക്കെതിരെയായിരുന്നു. അതാകട്ടെ ഹിന്ദുവായിരുന്ന സാമൂതിരിക്ക് കീഴിലും അദ്ദേഹത്തിൻ്റെ ഭരണത്തെ സംരക്ഷിക്കാൻ വേണ്ടിയും. മതസ്വാതന്ത്ര്യം നൽകുന്ന ഹിന്ദു രാജാവിന് വേണ്ടി പോരാടുന്നത് ബാധ്യതയാണ് എന്ന് മുസ്ലിങ്ങൾ കരുതുന്ന രീതിയിലുള്ള ഹിന്ദു മുസ്ലിം സഹവർത്തിത്വമാണ് മലബാറിന് പരിചയമുള്ളത്. അത് തകർക്കാൻ ശ്രമിക്കുകയും വിദ്വേഷത്തിൻ്റെ വിത്തുകൾ പാകുകയും ചെയ്തത് അധിനിവേശകരായി ഇവിടെ എത്തിയ പോർച്ചുഗീസുകാർ മുതലുള്ള യൂറോപ്യരാണ്. വാളിൻ്റെ മതമാണ് ഇസ്ലാം എന്ന മിഥ്യ കേരളത്തിൽ നട്ടുവളർത്താൻ ശ്രമിച്ചത് അവരോടൊപ്പം കടൽ കടന്നെത്തിയ മിഷണറിമാരാണ്. അതിൻ്റെ അനുരണനമായാണ് കർക്കശക്കാരനും കാമവെറിയനും കലാപകാരിയും കുഴപ്പക്കാരനും കഠാര കൊണ്ട് സംസാരിക്കുന്നവനുമായ മാപ്പിള മുസ്ലിം എന്ന കഥാപാത്രം വളർന്നു വന്നത്. മുസ്ലിങ്ങളെ നേർക്കുനേരെ അനുഭവിക്കുവാൻ ഹിന്ദുക്കൾക്ക് യഥേഷ്ടം അവസരങ്ങളുണ്ടായിരുന്ന മലബാറിൽ ഈ മിത്തിന് കാര്യമായ സ്വീകാര്യതയുണ്ടായില്ല. എന്നാൽ ബ്രിട്ടീഷുകാരുടെയും മിഷണറിമാരുടെയും സ്വാധീനം കൂടുതലായിരുന്ന തിരുവിതാംകൂറിലെ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. ക്രൂര മുഹമ്മദീയർ എന്ന കുമാരനാശാന്റെ പ്രയോഗം അന്വർത്ഥമാണ് എന്ന ധാരണ അവിടെയുള്ളവരിൽ വളർത്താൻ ഒരു പരിധിവരെ യൂറോപ്യർക്ക് കഴിഞ്ഞു. ക്രൂരനും കൊള്ളരുതാത്തവനുമായ മലബാർ മാപ്പിള എന്ന ചിത്രത്തിൻ്റെയും അവർ ഭൂരിപക്ഷമായ മലപ്പുറം ജില്ല കൊള്ളരുതായ്മകളുടെ കേദാരമാണ് എന്ന ധാരണയുടെയും അടിത്തറയായി വർത്തിച്ചത് ഈ ധാരണയാണ്.